ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകത്തിലെ വെളുത്തവാവ്, വ്യാസപൂർണിമ, ഗുരുപൂർണിമ എന്നീ പേരുകളിൽ ആചരിക്കപ്പെടുന്ന ദിനമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ഗുരുക്കന്മാരെ ആദരിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്ന ദിനമാണിത്. ഹിന്ദു, ബുദ്ധ, ജൈന വിഭാഗക്കാർ അത്യന്തം ആദരവോടെ കണക്കാക്കുന്ന ദിനമാണിന്ന്. ഒരിക്കൽ രാമബാണത്തിൽ നിന്ന് രക്ഷ നേടിയ മാരീചൻ രാവണ നിയോഗത്താൽ സീതാപഹരണത്തിന് തയ്യാറാവുകയാണ്. രാക്ഷസന്റെ വാളിന് ഇരയാകുന്നതിനേക്കാൾ നല്ലത് രാമബാണമേറ്റുള്ള മരണമാണെന്ന് നിശ്ചയിച്ച് ഒരു മായാമൃഗമായി ഇയാൾ പുറപ്പെടുന്നു. വിധി നിയോഗങ്ങൾ അലംഘ്യമാണെന്ന തിരിച്ചറിവോടെ അതിന് കീഴടങ്ങുകയാണ് മാരീചൻ. കേൾക്കാം മാരീചൻ എന്ന സ്വർണമാനിന്റെ കഥ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയവൈരി പാരാതെ. പാരവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മറുവീടിന മാരീചനും. ലൗകികാത്മന ഗൃഹത്തിങ്കൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടുമുദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു. ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ. ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യം വന്നു വാഴുന്നിതവർ. ബലാലെന്നുടെ ഭഗിനി തൻ നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഘരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനുമിപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ
കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു. ഭയത്തോടുമീ വണ്ണം ഉറ ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ. കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിൽ അറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകി രാജരത്നരമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ജ്ഞാനത്തിൻ പരമാർത്ഥം അറിഞ്ഞേൻ. ശ്രീരാമ രാമ രാമ പാഹിമാം. അനിവാര്യമായ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അതിനെ ഭയക്കാനോ തയ്യാറാകാതെ അതിലേക്ക് അറിഞ്ഞുകൊണ്ട് നടക്കുന്ന രാവണനും മാരീചനുമെല്ലാം നൽകുന്ന പാഠമെന്താണ്? കൃത്യമായ ലക്ഷ്യവും അർത്ഥവുമുള്ള വരികളെ കൂടുതൽ അടുത്തറിയാം ഇനി. നമസ്തേ. രാമായണ വ്യാഖ്യാനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാവണൻ്റെ സന്നിധിയിലെത്തിയിട്ട് ശൂർപ്പണഖ തൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് രാവണൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാവണൻ്റെ ബലഹീനത അറിയുന്ന ശൂർപ്പണഖ പറഞ്ഞത്, ഞാൻ രാമനെ തൻ്റെ ഭർത്താവായിട്ട് വരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ആ സമയത്ത് സീതാദേവിയെ ആക്രമിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അവസ്ഥ എന്നല്ല പറയുന്നത്, മറിച്ച് അവിടെ വളരെ സുന്ദരിയായിട്ട് സാക്ഷാൽ മഹാലക്ഷ്മിയെ മാതിരി ഒരു സ്ത്രീയെ കണ്ടു. അവൾ നിൻ്റെ ഭാര്യയായിട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നി. അതാണ് വാക്കുകൾ എങ്ങനെയാണ് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കണതെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള അവളെ നിൻ്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവരണ സമയത്താണ് അഗ്രജൻ്റെ വാക്ക് കേട്ടിട്ട് ഉഗ്രനായിട്ടുള്ള അനുജൻ അഗ്രജൻ്റെ മനസ്സറിഞ്ഞിട്ട് ചെയ്യണ ആൾ ഉഗ്രന. ലക്ഷ്മണൻ ചെയ്യുമ്പോഴത് ഉഗ്രമായിട്ട് ചെയ്യും, നമ്മൾ വിചാരിക്കണതിനപ്പുറം ചെയ്യും. അതാണ് ലക്ഷ്മണൻ്റെ സ്വഭാവം. പെട്ടെന്നൊന്ന് ക്രോധം കൂടുതലാണ് അദ്ദേഹത്തിന്. അത് രാമായണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ കാണാം. ആ ക്രോധം നന്മയിലേക്ക് മാത്രമാണ് നയിക്കുന്നത്. മഹത്തുക്കളുടെ ക്രോധത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് ലോക നന്മയ്ക്ക് ഉപയോഗിക്കും. അങ്ങനെ ക്രുദ്ധനായിട്ടുള്ള ലക്ഷ്മണൻ തൻ്റെ അംഗവിച്ഛേദം നടത്തി. ഇതറിഞ്ഞപ്പോൾ രാവണൻ അതിയായിട്ടുള്ള ദേഷ്യമുണ്ടായി. കാരണം സഹോദരിയെ ആക്രമിച്ചു എന്നതിലുപരി സീതാദേവിയെ പറ്റിയിട്ടാണ് രാവണൻ ചിന്തിക്കുന്നത്. സാക്ഷാൽ പ്രകൃതിയെപ്പോലും തൻ്റെ വരുതിയിൽ, തൻ്റെ അധീനതയിലാക്കാൻ എന്നുള്ള അവസ്ഥയിൽ രാവണനെത്തി. അതാണ് അഹങ്കാരത്തിൻ്റെ പാരമ്യം. അഹങ്കാരം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് പ്രകൃതിയെപ്പോലും തനിക്ക് വശംവദയാക്കാം എന്നുള്ള ചിന്ത മനുഷ്യന് വരും. ആ സമയത്ത് പ്രകൃതി എപ്പോഴാണോ നമുക്ക് എതിരായിട്ട് തിരിയണത്, ആ സമയത്ത് മനുഷ്യൻ്റെ പതനം ആരംഭിക്കും. രാവണൻ്റെ കഥ അല്ലെങ്കിൽ രാവണൻ്റെ അവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പ്രകൃതി എപ്പോഴാണോ വ്യക്തിക്ക് എതിരായിട്ട് നിൽക്കുന്നത്, ആ സമയത്ത് ഏതിലാണോ ആ വ്യക്തി ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത്, അവിടെ നിന്നാണ് ആദ്യത്തെ അടി കിട്ടുക, ആദ്യത്തെ നാശം ആരംഭിക്കുക. അങ്ങനെ നാശത്തിനുള്ള ചിന്ത രാവണൻ്റെ മനസ്സിലുണ്ടായി. ആ ചിന്തയും കൊണ്ടാണ് രാവണൻ മാരീചൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാരീചൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ രാമനാമത്തെ തന്നെ സദാ ആശ്രയിച്ച് കഴിയുന്ന ആളാണ്. അങ്ങനെയുള്ള മാരീചൻ രാവണൻ്റെ വരവ് കണ്ടപ്പോൾ മനസ്സിൽ ഊഹിച്ചു, ഇവൻ എന്തിനാ വരണത്? എന്തെങ്കിലും ലോകോപദ്രവകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാലും ബന്ധുവാണ്,
രാവണൻ്റെ മാതുലനാണ്. ചെന്ന് ഗാഠമായിട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഹിതകരമായിട്ടുള്ള അധാർമികമല്ലാത്ത ഏത് കാര്യവും ഞാൻ ചെയ്തു തരും. അതാണ് രാമബാണത്തിൻ്റെ ശക്തി. ഒരു തവണ ആ ബാണം പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ധർമ്മിഷ്ഠനായിട്ട് മാറും. അവസാനം രാവണൻ തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ മാരീചൻ രാവണനോട് പറയുകയാണ്, നിനക്ക് നാശത്തിനുള്ള വഴി ആരാ പറഞ്ഞു തന്നത്? ഈ കാര്യം നിന്നോട് പറഞ്ഞു തന്ന വ്യക്തി നിൻ്റെ നാശം കാക്ഷിക്കുന്ന ആളാണ്. എന്തായാലും നിൻ്റെ നല്ലത് ചിന്തിക്കുന്ന ആളല്ല. അവരെ പെട്ടെന്ന് ഒഴിവാക്കിക്കോളൂ കേട്ടോ. എന്നാലും ആപത്ത് വരണ സമയത്ത് എന്ത് ചെയ്യില്ല? നല്ലവരുടെ വാക്കുകൾ, ധാർമ്മികമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിൽ കയറില്ല. അതാണ് മനസ്സിൻ്റെ കുഴപ്പം. വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾക്ക് മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഒരു ചെറിയ തുള്ളി വിഷത്തിന് മനസ്സിനെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും, ധാർമ്മികമായിട്ടുള്ള വാക്കുകളെക്കാളും. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണ്. അഹങ്കാരം അത്രയും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നല്ലതൊന്നും എന്ത് ചെയ്യില്ല, മനസ്സിൽ കയറില്ല. അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ് രാവണൻ. ഇപ്പോഴും മാരീചൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാവണൻ മാരീചനോട് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വാളിന് നീ ഇരയാവും. മാരീചൻ വിചാരിച്ചു, സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബാണമേറ്റ് മരണപ്പെടുകയാണെങ്കിൽ അത് മോക്ഷമാണ്. രാമബാണം എന്ന് പറഞ്ഞാൽ രാമനാമമാണ്. അത് ഏറ്റിട്ട് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് രാമൻ്റെ നാമം, ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമത്തെ ചിന്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുക എന്ന് സാരം. ഇതൊക്കെ ആചാര്യന്മാർ കഥകളിൽ പൊതിഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥ മോക്ഷത്തിലേക്ക് നയിക്കും. ഭഗവാന്റെ നാമം അവസാനം ചിന്തിക്കാൻ കഴിഞ്ഞാൽ, നാക്കതിന് വളയുന്നുണ്ടെങ്കിൽ, അവസാന നിമിഷം ഭഗവാന്റെ നാമം ജപിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ മോക്ഷമാണ്. ഈ ദുഷ്ടൻ്റെ ആയുധം ഇട്ടിട്ട് മരിക്കണതിലും നല്ലത് ഭഗവാന്റെ രാമബാണം ഏറ്റിട്ട് മരിക്കുകയാണെന്ന് വിചാരിച്ച് മാരീചൻ രാവണൻ്റെ കൂടെ നടക്കുകയാണ്. സീതാദേവിയെ കബളിപ്പിച്ച് രാമലക്ഷ്മണന്മാരെ ദേവിയുടെ അടുത്ത് നിന്ന് അകറ്റി ആ ദേവിയെ കട്ടുകൊണ്ടുപോരാൻ വേണ്ടിയിട്ട് രാവണൻ്റെ പദ്ധതികളാണ്. ഈ സമയത്ത് സീതാദേവിയെ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി അഗ്നിയിൽ ഒളിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രകൃതിയെ രാവണന് തൊടാൻ പോലും പറ്റണില്ല. പക്ഷേ രാവണൻ്റെ സർവനാശത്തിന് ആ പ്രകൃതി എതിരായപ്പോൾ തുടക്കമുണ്ടാവും. പിന്നീടാണ് രാവണൻ്റെ പതനം നമ്മൾ കാണുക. ആ പ്രകൃതിയെ സദാ നമസ്കരിക്കുക, ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സദാ മനസ്സിൽ കൊണ്ടുവരിക. ഭഗവാൻ ഉള്ളിടത്തോളം കാലം ആ മനസ്സെന്ത് ചെയ്യില്ല, അധർമ്മത്തിൽ പോയില്ല, ധർമ്മത്തിലേക്ക് മാത്രം നയിച്ചുകൊണ്ടിരിക്കും. ധർമ്മത്തിൽ രമിപ്പിക്കും ഭഗവാൻ. അതാണ് രാമൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ. രമിപ്പിക്കുന്നവനാണ്, ധർമ്മത്തിൽ പരമാനന്ദത്തിൽ രമിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ പരമാനന്ദത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. രാമകഥാമൃതത്തിലൂടെ കേൾക്കാം മാരീചന്റെ കഥ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമായണത്തിൽ നമുക്ക് ഒരുപാട് പക്ഷികളെ, മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ജടായുവിൻ്റെ കഥയൊക്കെ അറിയാത്തതായിട്ട് ആരുമില്ല. വാനരന്മാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ജാമ്പവാൻ ഒരു കരടിയാണ് അല്ലെങ്കിൽ ആൾക്കുരങ്ങാണെന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നതാണ് രാമായണം. ആ രാമായണത്തിൽ ഒരു മാനിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു പൊന്മാനിനെ കുറിച്ച്, അല്ലെങ്കിൽ മായപ്പൊന്മാന്റെ വേഷം കെട്ടി വന്ന മാരീചനെ കുറിച്ച് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഇന്നും നമ്മൾ ഒരാൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മറച്ചു വെച്ച് മറ്റൊരു തരത്തിൽ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹം ഒരു മാരീചനാണ്. ആ മാരീചൻ്റെ കഥയാണ് ഇന്നത്തെ രാമകഥാമൃതത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ മാരീചൻ? മാരീചൻ്റെ അച്ഛൻ്റെ പേര് സുന്ദരൻ എന്നും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് താടക എന്നുമാണ്. അവർക്കുണ്ടായിട്ടുള്ള 2 മക്കളായിരുന്നു. ഒരാളുടെ പേര് സുബാഹു, രണ്ടാമത്തെ ആളുടെ പേര് മാരീചൻ. ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന കാട്ടിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മഹർഷിമാരുടെ യാഗാദി കർമ്മങ്ങൾ മുടക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ജോലി. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ ആ രീതിയാണ് പിന്തുടർന്ന് വന്നിരുന്നത്. പണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള സുന്ദരൻ അദ്ദേഹം അഗസ്ത്യ മഹർഷിയുടെ ഒരു യാഗം മുടക്കാനായിട്ട് പുറപ്പെട്ടു പോയതാണ്. അഗസ്ത്യ മഹർഷിയുടെ കോപത്തിൽ അദ്ദേഹം ദഹിച്ചുപോയി എന്നാണ്, കത്തിപ്പോയി. അതോടുകൂടി മക്കൾക്ക് ഇങ്ങനെയുള്ള ക്രിയകളോടൊക്കെ ഉള്ള ഒരു വൈരാഗ്യം കൂടി. ആരെന്ത് യാഗം ചെയ്യുന്നോ അതിൻ്റെ പുകച്ചുരുളുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അപ്പോൾ സുബാഹുവും മാരീചനും കൂടെ അങ്ങോട്ട് ചെന്ന് ആ യാഗത്തിൽ അശുദ്ധി ഉണ്ടാക്കും. അവർ ഈ കഴിച്ചിട്ടുള്ള മാംസം അല്ലെങ്കിൽ രക്തമൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഹോമകുണ്ഡത്തിൽ ഒഴിക്കുക, അതുപോലെ തന്നെ മഹർഷിമാരെ വധിക്കുക, സന്യാസിമാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ തടയുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ജോലികൾ. അതുകൊണ്ട് തന്നെ ആ കാട്ടിൽ സൽക്കർമ്മങ്ങളൊന്നും നടക്കാത്ത ഒരവസ്ഥയായി. സാധാരണ രീതിയിൽ ആളുകളൊക്കെ തപസ് ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ് അക്കാലത്തൊക്കെ ചെയ്തിരുന്നത്.
ഇവരെ പേടിച്ചിട്ട് ആർക്കും കാട്ടിലേക്ക് പോകാൻ തന്നെ പറ്റാതായി. കാരണം ഈ കാടിൽ പ്രവേശിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവരുടെ അമ്മ താടക നിൽപ്പുണ്ട്. ഒരാളെയും അങ്ങോട്ട് കടത്തി വിടില്ല. അഥവാ ആരെങ്കിലും ചെന്ന് യാഗം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മക്കളായിട്ടുള്ള സുബാഹുവും മാരീചനും ചേർന്ന് അത് തടയുകയും ചെയ്യും. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ ഇവരുടെ ശല്യം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതായ സമയത്താണ് സാക്ഷാൽ വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ ചെന്ന് രാമനെ യാഗരക്ഷ ചെയ്യാനായി വിട്ടുതരണം എന്ന് ദശരഥനോട് അഭ്യർത്ഥിക്കുന്നത്. ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപാട് എതിർപ്പിന് ശേഷം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കാട്ടിലേക്ക് യാഗരക്ഷ ചെയ്യാനായിട്ട് പുറപ്പെടുന്നതും ബല അതിബല എന്നീ മന്ത്രങ്ങൾ മഹർഷി അവർക്ക് ഉപദേശിക്കുന്നതും താടകയെ ഭഗവാൻ നിഗ്രഹിക്കുന്നതും യാഗരക്ഷ ചെയ്യുന്നതും. ഈ യാഗം വിശ്വാമിത്ര മഹർഷി പിന്നെയും ചെയ്യുമ്പോഴാണ് സുബാഹുവും മാരീചനും കൂടെ വന്ന് അത് മുടക്കാൻ നോക്കുന്നത്. എന്നാൽ ഇത്രയും നാൾ മുടക്കിയ ഒരു സാഹചര്യം അല്ല ഇപ്പം അവിടെ ഉള്ളത്. ഇപ്പം അവിടെ യാഗം രക്ഷിക്കാനായി രാമലക്ഷ്മണന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ സുബാഹുവും മാരീചനും വന്ന് യാഗം മുടക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഭഗവാൻ തൻ്റെ ദിവ്യമായിട്ടുള്ള രാമബാണത്തെ അവർക്ക് നേരെ പ്രയോഗിച്ചു എന്നാണ്. തൽക്ഷണം തന്നെ സുബാഹു അവിടെ മരിച്ചു വീണു രാമബാണേറ്റ്. രാമബാണം ഓടിച്ചു മാരീചനെ ലോകം മുഴുവൻ. ഓടി ഓടി തളർന്ന മാരീചൻ ഭഗവാന്റെ കാലിൽ വന്ന് നമസ്കരിച്ചു. അങ്ങനെ രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ മാരീചൻ. പിന്നീടുള്ള കാലം അദ്ദേഹം ഒരു സമുദ്രതീരത്ത് ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി വളരെ നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു. സദാസമയവും രാമനെ ഭജിച്ച് ജീവിക്കുന്ന ആളായിരുന്നു മാരീചൻ. ആ മാരീചന്റെ അടുത്തേക്കാണ് രാവണൻ ചെന്ന് പറയുന്നത്, ഈ രാമനെ കുറച്ച് സമയത്തേക്ക് സീതയുടെ അടുത്ത് നിന്ന് മാറ്റിത്തരാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടാവണം. എന്തെങ്കിലും ഒരു വേഷം കെട്ടി ഈ രാവണൻ ഞാൻ അങ്ങോട്ട് ചെല്ലണ സമയത്ത് ഈ രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ സീതയുടെ അടുത്തുനിന്ന് മാറ്റാൻ വേണ്ട നടപടി എടുക്കണം എന്ന് പറയണത്. രാമായണത്തിൽ ഏറ്റവും മഹത്തരമായിട്ടൊരു ശ്ലോകമുണ്ട്. ആരാണ് രാമൻ എന്ന് രാവണന് പറഞ്ഞു കൊടുക്കുന്നത് മാരീചനാണ്. അതൊരിക്കലും രാമൻ അയോധ്യയിലെ രാജാവാണെന്നോ രാമൻ സീതയുടെ ഭർത്താവാണെന്നോ ഒന്നുമല്ല രാമന് മാരീചൻ കൊടുക്കുന്ന നിർവചനം. രാമന് ലോകത്ത് വെച്ച് കൊടുക്കാവുന്ന ഏറ്റവും നല്ല നിർവചനം കൊടുത്തിട്ടുള്ളത് മാരീചനാണ്. ആ ശ്ലോകം എല്ലാവർക്കും അറിയാമായിരിക്കും. രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇത് പറഞ്ഞത് മാരീചനാണ്. രാമൻ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ പ്രതിപുരുഷനാണെന്ന് രാവണനോട് പറഞ്ഞ വ്യക്തി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാരീചനാണ്. ആ മാരീചനെ തന്നെയാണ് രാവണൻ ഒരു മായാമാനിന്റെ വേഷം കെട്ടാനായിട്ട് നിർബന്ധിച്ചത്. ഒരു കാരണവശാലും അദ്ദേഹം അതിന് അനുവദിച്ചില്ല, സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. പക്ഷേ ഒരു ഘട്ടത്തിൽ രാവണന്റെ ചന്ദ്രഹാസത്തെ ഭയന്നുകൊണ്ടാണ് മാരീചൻ അത് സമ്മതിക്കുന്നത്. ആ സമ്മതിക്കുന്നതിനുള്ള കാരണവും ഏറെ വിശേഷമാണ്. അഥവാ ഈ ദുഷ്ടൻ പറയുന്നത് കേട്ട് ഞാൻ ഈ വേഷം കെട്ടി പോവാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ ചന്ദ്രഹാസം എടുത്ത് എൻ്റെ തല കൊയ്യും. ഈ ദുഷ്ടന്റെ കൈകൊണ്ട് മരിച്ചാൽ ഒന്നും കിട്ടാനില്ല. മറിച്ച് ഇവൻ പറയുന്നത് കേട്ട് രാമനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ രാമബാണം കൊണ്ട് മരിക്കാം. പണ്ടൊരിക്കൽ രക്ഷപ്പെട്ടതാണ്. ചിലപ്പോൾ ആ രാമബാണം കൊണ്ട് മോക്ഷം കിട്ടാനായിരിക്കും എൻ്റെ വിധി. കാരണം ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ അത് മോക്ഷമാണ് എന്ന് ചിന്തിച്ചാണ് മാരീചൻ ഒരു പൊന്മാനിൻ്റെ വേഷം മായയിൽ ധരിച്ചുകൊണ്ട് പഞ്ചവടിയിൽ എത്തുന്നതും ഭഗവാനെ അവിടെ നിന്ന് അകറ്റുന്നതും ഭഗവാന്റെ അസ്ത്രം ദേഹത്ത് കൊള്ളുന്ന സമയത്ത് ലക്ഷ്മണ എന്ന് ഉറക്കെ വിളിച്ച് കരയുകയും ചെയ്യുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ചിലത് പൂർണ്ണമായും കൗളാചാര രീതി പിന്തുടരുമ്പോൾ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും സാത്വിക രീതിയാണ് പിന്തുടരുന്നത്. എന്നാൽ കൗളാചാരം പിന്തുടരുന്ന ക്ഷേത്രങ്ങളിൽ പരമാവധി ഉഗ്രരൂപികളായ ദേവതമാരാകും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടാകുക. ഇത്തരം ക്ഷേത്രങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉടൻ പരിഹാരം നൽകുമെന്നാണ് വിശ്വാസം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. श्रीराम राम महाबाहो जानकीपते श्रीराम राम महाबाहो जानकीपते श्रीरमणात्म राम
सीताभिरामानन्दात्मक विष्णु श्रीराम सीताभिरामानन्दात्मक विष्णु. ഇത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. കേരളത്തിലെ 4 പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ചാതുർബാഹുവായ വിഷ്ണുവിനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെങ്കിലും ശ്രീരാമനായിട്ടാണ് ആരാധിച്ചു വരുന്നത്. श्रीराम राम रमारमण രാജാധിരാജനും അയോധ്യ ചക്രവർത്തിയുടെ ഗാംഭീര്യവും ഉള്ളതിനാൽ തിരുവങ്ങാട്ട് പെരുമാൾ എന്ന നിലയിലും ആരാധിച്ചു വരുന്നുണ്ട്. पुरुषोत्तम दयानिधे श्रीराम राम पुरुषोत्तम दयानिधे श्रीराम सृष्टिस्थिति प्रलय हे. ഐമ്പെരുമാളിടം എന്ന കോലത്തുനാട്ടിലെ 5 ദേവപെരുമാക്കളിൽ തെക്കൻ തട്ടകങ്ങളുടെ അധിപനാണ് തിരുവങ്ങാട്ട് പെരുമാൾ. श्रीराम दशरथ नन्दन हृषिकेश हृषिकेश श्रीराम दशरथ नन्दन हृषिकेश. പ്രശസ്ത ചരിത്രകാരനായ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ ബ്രാസ് പഗോഡാസ് എന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 7 നിലയുള്ള ചെമ്പുമേഞ്ഞ ക്ഷേത്രഗോപുരവും വിശാലമായ ക്ഷേത്രപ്പറമ്പും അക്കാലത്ത് പ്രൗഢിയോടെ നിലകൊള്ളുകയായിരുന്നു അത്രേ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ തിരുവങ്ങാട് വില്ലേജിലാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. नमस्ते जगल्पते नमस्ते रमापते नमस्ते ഖരാസുര നിഗ്രഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രചരിത്രം. सदाम्पते नमस्ते वेदपते नमस्ते देवपते. ദുർമാർഗികളായ 2 കാട്ടാളന്മാരായിരുന്നു ശ്വേതൻ, നീലൻ എന്നിവർ. കാവേരി സ്നാനത്തിനായി തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്ന അഗസ്ത്യമുനിയെ ഇവർ ദേഹോപദ്രവം ഏൽപ്പിച്ചു അത്രേ. ദുർഘടവും സാഹസികവുമായ യാത്രക്കിടയിൽ കാട്ടാളന്മാരുടെ ഉപദ്രവം കൂടിയായതോടെ മഹർഷി കോപാകുലനായി അവരെ ശപിച്ചു. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ശാപമോക്ഷത്തിനായി അവർ അപേക്ഷിച്ചപ്പോൾ അഗസ്ത്യമുനി ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ശാപമോക്ഷത്തിനായി 2 പേരും 2 സ്ഥലങ്ങളിലായി തപസ് അനുഷ്ഠിക്കാനാണ് അഗസ്ത്യ മഹർഷി നിർദ്ദേശിച്ചത്. അങ്ങനെ ശ്വേതൻ എന്ന കാട്ടാളൻ തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്രത്തിലും നീലൻ എന്ന കാട്ടാളൻ നീലേശ്വരത്തും എത്തി. തപസ്സിന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇരുവരും അഗസ്ത്യമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് മുനിമാരായി. ഇതിനുശേഷം തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്ര സന്നിധിയിലെ തപോവനത്തോട് തൊട്ടടുത്തുള്ള കാട്ടിൽ ശ്വേതമഹർഷി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്നാണ് സങ്കല്പം. ഖരവധ സമയത്തെ ആധാരമാക്കിയാണത്രേ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. रामचंद्र नमस्ते राम राम नमस्ते रामभद्र नमस्ते राम राम नमस्ते रामचंद्र नमस्ते. രാമായണത്തിലെ സംഭവങ്ങൾ വർത്തമാനകാലവുമായി കെട്ടുപിണഞ്ഞു നിൽക്കുന്ന രസകരമായ കഥകളാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിനുള്ളത്. വനവാസകാലത്ത് ഖരദൂഷണന്മാരോട് ഏറ്റുമുട്ടേണ്ടി വന്ന ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയ്ക്കകത്ത് ഇരുത്തി ലക്ഷ്മണനെ കാവലേൽപ്പിച്ചതായാണ് കഥ. ക്ഷേത്രത്തിന് സമീപമുള്ള പൊക്കുണശ്ശേരി ഭവനം ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് വിശ്വാസം. വനവാസകാലത്ത് സീതയെ സുരക്ഷിതമായി ഒളിപ്പിച്ചുവെന്ന് കരുതുന്ന ഗുഹാക്ഷേത്രം ഇവിടെയാണുള്ളത്. ഇവിടെ സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകളുണ്ട്. ഈ കുടുംബക്ഷേത്രത്തിൽ സ്ത്രീകളാണ് നിത്യവും വിളക്ക് വയ്ക്കുന്നത്. വിശേഷ നാളുകളിൽ മാത്രം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജാ ചടങ്ങുകൾ നടക്കും. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് വടക്കേടം ശിവക്ഷേത്രം. ശ്വേതമഹർഷി തപസ്സനുഷ്ഠിച്ചിരുന്നത് ഇവിടെയായിരുന്നു. വടക്കേടം ശിവക്ഷേത്രത്തിന് അഭിമുഖമായി മറ്റൊരു ശിവക്ഷേത്രവുമുണ്ട്. മഹാബാഹോ ജാനകീപതേ. കിഴക്കേടം ശിവക്ഷേത്രം. വടക്കേടം മഹാദേവന്റെ ഘോരഭാവത്താൽ മുൻവശത്തെ വിശാലമായ പാടശേഖരങ്ങളും മറ്റും നശിക്കുന്നത് ഒഴിവാക്കാനാണ് കിഴക്കേടം ശിവക്ഷേത്രം നിർമ്മിച്ചത്. അഭിരാമാനന്ദാത്മക വിഷ്ണു
श्रीराम सीताभिरामानन्दात्मक विष्णो श्रीराम राम रमारमण അംഗലാവണ്യത്തിലും മുഖരസഭാവങ്ങളിലും മികച്ചു നിൽക്കുന്നവയാണ് തിരുവങ്ങാട് ശ്രീരാമസന്നിധിയിലെ ദാരുശില്പങ്ങൾ. ദ്വിതാള വാസ്തുരൂപത്തോടു കൂടിയ ശ്രീകോവിലിന്റെ മുകളിലത്തെ നിലയിൽ ചുമരുകളെ പൊതിഞ്ഞ പലകകൾ മുഴുവൻ ശില്പാലങ്കാരങ്ങളാണ്. നമസ്കാര മണ്ഡപത്തിന്റെ മേൽമച്ച് മുഴുവൻ രാമായണ കഥകളുടെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. കർമ്മം ധ്യാനമാക്കിയ പെരുന്തച്ചന്മാരാണ് ഇവിടുത്തെ ശില്പികൾ എന്നതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ ശില്പങ്ങളുടെ ബാഹുല്യവും സൗന്ദര്യവും. വിശ്വാസ ഭക്തിയോടും ശ്രീകോവിൽ ചുമർ മുഴുവൻ സുധാശില്പങ്ങളാണ്. തോരണങ്ങളും പഞ്ചരങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചുമരുകളിൽ ഭാഗവതത്തിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങൾ ശില്പങ്ങളായി പിറന്നിരിക്കുന്നു. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 14 ദിവസം നീണ്ടുനിന്ന ഗ്രാമോത്സവമായിരുന്നു അത്രേ പഴയ കാലത്ത്. പിന്നീടാണ് ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് കാണുന്ന വിധം 7 ദിവസത്തെ മഹോത്സവമായത്. 1-ാം വിഷു ദിവസം മേടസംക്രമത്തോടെ കൊടി കയറുന്ന ഈ ക്ഷേത്രോത്സവം 8-ാം ദിവസം ക്ഷേത്രച്ചിറയിലെ ആറാട്ടുത്സവത്തോടെ സമാപിക്കും. തൃശൂർ, പുതുക്കാട്, കുന്നത്തൂർ, കിഴക്കേടത്ത് എന്നറിയപ്പെടുന്ന അമ്പഴപ്പിള്ളി ഇല്ലക്കാരാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആചാര്യ കുടുംബം. ആഞ്ജനേയൻ, സുബ്രഹ്മണ്യൻ, ദക്ഷിണാമൂർത്തി, ഗണപതി, വനശാസ്താവ്, പോർക്കലി ഭഗവതി എന്നിവരാണ് പ്രധാന ഉപദേവതമാർ. നിത്യവഴിപാടിൽ പ്രധാനപ്പെട്ടത് പെരുമാൾക്ക് നെയ്യമൃത് വെച്ച് തൊഴലാണ്. നമസ്തേ ദാശരഥേ നമസ്തേ സദാംപതേ നമസ്തേ വേദപതേ നമസ്തേ ദേവപതേ നമസ്തേ മഖപതേ നമസ്തേ ധരാപതേ. പൂർണ്ണ കളഭാഭിഷിക്തനായി നിലകൊള്ളുന്ന ശ്രീരാമസ്വാമികളും രാമദാസനായ സാക്ഷാൽ ആഞ്ജനേയനും നിറദീപങ്ങളുടെ നിറമാലയും പുരാവൃത്തങ്ങളുമെല്ലാം ഭക്തകോടികളുടെ ഐശ്വര്യമുദ്രയാണ്. ജീവിതത്തിൽ നാം ചിന്തിക്കുന്ന തരത്തിലെല്ലാം നടന്നുകൊള്ളണമെന്നില്ല. ആഗ്രഹത്തോടെ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ കൈവിട്ടുപോകും. നിരാശനാകാതെ അപ്പോൾ ചിന്തിക്കുക, ഏത് ചിന്തകളെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും വഴികളിലേക്ക് തിരിച്ചുവിട്ടു നോക്കൂ. ജീവിതം സന്തോഷപ്രദമാകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.